ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓലൻ. കാഴ്ചയിൽ മറ്റു വിഭവങ്ങളെപ്പോലെ വലിയ കളർഫുള്ളൊന്നും അല്ലെങ്കിലും നല്ല തേങ്ങാപ്പാലിൻ്റെയും പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ നിറഞ്ഞു നിൽക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഓലൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് വൻപയർ 3-4 മണിക്കൂർ നേരം കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടത് കുമ്പളങ്ങയാണ്. ഒരു 1/2 കിലോ കുമ്പളങ്ങ തൊലിയും കുരുവും എല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം ഏകദേശം 350 ഗ്രാം വരും. ഇത് നമുക്ക് കനം കുറഞ്ഞ് വീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, നീളത്തിലല്ല. കുമ്പളങ്ങ ഇതുപോലെ വളരെ കനം കുറയാനും പാടില്ല, എന്നാൽ വലിയ കനവും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു പരുവത്തിന് വേണം കുമ്പളങ്ങ അരിഞ്ഞെടുക്കാൻ. പിന്നെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം കുമ്പളങ്ങ അരിയുന്നത് വളരെ ശ്രദ്ധിച്ച്, ഓലന് മാത്രമേ നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ അരിയാറുള്ളൂ. ഇതുപോലെ ഞാൻ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വൻപയർ കുക്കറിൽ ഇട്ട് കൊടുത്ത് ഒരു 3-4 വിസിലിന് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഓലൻ ഞാൻ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 5 പച്ചമുളക് നെടുകെ കീറി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ ഒരു തേങ്ങയുടെ അരമുറിയിൽ നിന്നും 3.5 കപ്പ് രണ്ടാം പാലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ആ രണ്ടാം പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ തേങ്ങാപ്പാലിലാണ് കഷ്ണങ്ങൾ വെന്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ ആ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് ആ തേങ്ങാപ്പാലിൽ ആ കഷ്ണങ്ങളെല്ലാം നമുക്ക് വേവിച്ചെടുക്കണം. 3.5 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലുമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ഈ കഷ്ണങ്ങളെല്ലാം തന്നെ ഒന്ന് വെന്ത് വരാൻ. ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് എന്ന് ഉറപ്പ് വന്നാൽ നമുക്കിനി മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് ഒന്നാം പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കളയാം. ഇനി അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കൂടെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ അത് മൂടി ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ചേക്കണം. അതിൻ്റെ എല്ലാ ഫ്ലേവറും ആ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ രുചികരമായിട്ടുള്ള ഓലൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സദ്യയ്ക്ക് എല്ലാവരും ഈ കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.